കോങ്ങാട് മണപ്പുറം ശാഖയിലാണ് നിരവധി ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഈ പണയം വെച്ച സ്വർണം ഉൾപ്പെടെ തിരികെ ലഭിക്കുമോ എന്നൊരു ആശങ്കയുമുണ്ട്. ഇത് ഏത് രീതിയിലാണ് ഇവിടെ തട്ടിപ്പ് നടന്നത്? സാർ, ഞങ്ങൾ ഇന്നലെ രാവിലെ ഞങ്ങളൊരു സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വന്നപ്പോഴാണ് ഇത്ര ഒരു പ്രശ്നം വന്നത്. ഞങ്ങൾ സ്വർണം വെച്ചതിൻ്റെ എമൗണ്ട് കുറച്ചായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് അഖിൽ എന്ന് പറഞ്ഞ സ്റ്റാഫിന് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2,75,000 രൂപ ആ പയ്യൻ്റെ കയ്യിൽ ഞങ്ങൾ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മുകളിൽ അവരുടെ മണപ്പുറത്തിൽ വർക്ക് ഇൻറ്റീരിയൽ വർക്ക് മറ്റും നടക്കുകയാറുണ്ട്. അവർ സിസ്റ്റം ഡൗൺ ആണ് ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് റെസിറ്റും കാര്യങ്ങളൊന്നും അവർ തന്നില്ല. 2,75,000 രൂപ അവരുടെ കയ്യിൽ ഞങ്ങൾ കൊടുത്തു, അഖിലിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്നലെ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോൾ ആ 2,75,000 രൂപ അവരുടെ അക്കൗണ്ടിൽ അവിടെ കാണാനേ ഇല്ല. ഞങ്ങൾ കൊടുത്തതായിട്ടുള്ള ഒരു തരത്തിലുള്ള രേഖയില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പോൾ അവിടെ നിലവിൽ 7ഓളം പരാതികൾ അവിടെ ഈ അഖിലിൻ്റെ പേരിൽ മണപ്പുറംകാരും കൊടുത്തിട്ടുണ്ട്. അവിടെ മറ്റ് കുറച്ച് നിക്ഷേപകരും അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്നാലും ഞങ്ങൾ ഉന്നയിച്ചിട്ട് ഇവിടെ രാവിലെ വന്നു സ്റ്റേഷനിൽ പോയപ്പോൾ അവർ 12 മണിക്ക് ഞങ്ങൾക്ക് ഗോൾഡ് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 മണിക്ക്. പക്ഷേ ഞങ്ങൾ വൈകുന്നേരം 5 മണി വരെ നിന്നിട്ടും ഞങ്ങൾക്ക് ആ ഗോൾഡ് തിരിച്ച് കിട്ടിയില്ല. പിന്നെ വൈകുന്നേരം കുറച്ച് സീനൊക്കെ ആയി, അങ്ങോട്ട് ഇന്നുള്ളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിൽ വന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ ഇപ്പോൾ ഞങ്ങൾ എന്തായാലും മണപ്പുറം തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ സ്വർണ്ണം ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്നൊരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് കുറച്ച് പേര് ഞങ്ങൾ ഇന്നലെ ഈ പ്രശ്നം നടന്നതിന് ശേഷം ഇന്നലെ കുറച്ച് പേര് ഞങ്ങൾ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് ഇതുപോലെ അവരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അഖിൽ പറഞ്ഞൊരു വ്യക്തി കുറച്ച് പേരിൻ്റെ നിന്ന് മാത്രമല്ല ഒരുപാട് വലിയൊരു ഭീമമായിട്ടുള്ള തുക ഇവിടുന്ന് തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ അറിയാൻ വേണ്ടി സാധിച്ചത്. ഈ ശാഖ മാനേജർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എന്താ സംഭവിച്ചത്? സാർ, ഞാൻ തമിഴാണ്. ഇവിടെ ബ്രാഞ്ച് മാനേജർ വർക്കാണ്. ഇപ്പോൾ 1 മാസം ആയിട്ടുള്ളൂ. ഈ ഇഷ്യൂ പറഞ്ഞത് ഇപ്പോൾ ഒരു മാസத்துக்கு முன்னாடிയാണ്. ப்ரீவியஸ் டைம் எம்ப்ளாயீஸ் ആണ്. അപ്പോൾ நம்ம என்ன பண்ண முடியும்? நம்ம லீகலாகிட்டு எல்லாம் ப்ராப்பராக செஞ்சு தரோம். കുറച്ച് സമയം இன்னும் சமயம் கேட்டிருக்கு ஹெட் ஆஃபீஸர் இருந்து. அவங்க அப்ரூவ் செஞ்சோன்னே இன்னைக்கு எல்லா இஷ்யூ கிளியர் ஆக்கி தரோம். ഇത് ரொம்ப ஆளுகளுக்கு இது சேம் இஷ்யூ இருக்கா? ஒரு 2 கஸ்டமர் இருக்குது. அந்த 2 கஸ்டமருக்கு நாங்கள் பேசியிருக்கோம். போலீஸ் ஸ்டேஷன்லேயே பேசியிருக்கேன், ஹெட் ஆஃபீஸில் பேசியிருக்கு. நாங்கள் அப்ரூவ் வாங்கினோன்னே கோல்டு ரிலீஸ் பண்ணி கொடுத்துடலாம். கோல்டு இருக்குது, அவர் கோல்டெல்லாம் இருக்குது. கோல்டு இல்லைன்னு சொல்லலாம். அவர் அமௌண்ட் கொடுத்துட்டேன்றாரு. ஆனால் சிஸ்டத்தில் எனக்கு அமௌண்ட் காட்டல. அந்த அமௌண்ட் இவர் கொடுத்தாலும் வர என்ன இஷ்யூ பார்த்துட்டு கிளியர் பண்ணி தரேன். உங்களோட அமௌண்ட்டை நஷ்டப்பட்டிருக்கா? எங்கள் சொந்த அமௌண்ட் எனக்கு ஒன்றும் இல்லை. அதாவது கஸ்டமரோட பிரான்ச் அமௌண்ட் ப்ளஸ் கஸ்டமரோட அமௌண்ட் இல்லை. இதுதானே பார்த்து கிளியர் பண்ணி தரலாம். உங்களை வந்து போலீஸ் கம்ப்ளைண்ட் பண்ணியிருக்கா? நாங்களும் கொடுத்துருக்கோம். நீங்கள் போலீஸ் ஸ்டேஷன் வர சொல்லி போய் பார்க்கலாங்க. போய் ஆர் அந்த ஸ்டாஃப் நேம் என்ன? അത് അഖിൽ ദാസ്. ഓക്കെ. ഈ അഖിൽ എന്ന വ്യക്തി ആണ് തട്ടിപ്പ് നടത്തിയതെന്നും തങ്ങളും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ബ്രാഞ്ച് മാനേജർ പറയുന്നത്. നിങ്ങൾക്കൊക്കെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. ഇത് അവർ അവിടെ കൊണ്ട് പണയം വെച്ചതാണ്. അവർക്ക് ഫുൾ രേഖകളും ഫോട്ടോയും സിഗ്നേച്ചറും ഒന്നും ഇല്ലാത്തതാണ്. ഇവർ വെറും സീലില്ലാണ്ട് വെറുതെ ഒരു പേപ്പറിൽ ഇവർ കൊടുത്തതാണ്. ഒരു രേഖയും ഇല്ലാണ്ട് കൊടുത്തതാണ് ഈ ഒരു റെസീറ്റ്. അതാണ് ഇത്രമായിട്ട് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഇതുപോലെ തന്നെ ഞങ്ങൾ അറിയാതെ എമൗണ്ട് കൂട്ടിയെടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഗോൾഡ് വെച്ചേന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര എമൗണ്ട് ആണ് അവിടെ, എത്ര എമൗണ്ടിനാണ് ഗോൾഡ് എടുത്തത്? എത്രയാണ് ഇപ്പോൾ കാണിക്കുന്നത്? ഞാൻ മൊത്തം 43,000 റുപ്യ ഞാൻ അവിടെ കെട്ടാനുള്ളൂ ഗോൾഡിൽ. അതിപ്പോൾ 1,20,000 രൂപയായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അത് ഈ പലിശയാണോ? അത്ര കൂടിയതല്ല. ഇല്ല, അവൻ നമ്മളറിയാണ്ട് അത് എമൗണ്ട് കൂട്ടിയെടുത്തേക്കാണ്. സ്റ്റാഫ് പുതുക്കി വെച്ചതാണ്. പിന്നെ അവിടെ ലോക്കറിൽ സ്വർണ്ണങ്ങൾ ഒരുപാട് നിക്ഷേപകർ കൊണ്ടുവന്ന് ലോക്കറിൽ സ്വർണ്ണം വെക്കുന്നുണ്ട്. പക്ഷേ ആ നിക്ഷേപകർ അറിയാണ്ട് തന്നെ ഇവർ ഗോൾഡ് ആക്കിയത് പണയത്തിൽ വെച്ചിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ എടുക്കുന്നുണ്ട്. ഈ അഖിൽ പറഞ്ഞ വ്യക്തിയാണ് ഇത്രയും കാര്യങ്ങൾ. അഖിൽ ഒളിവിലാണോ? അഖിൽ ഒളിവിലാണ്. ഞാൻ 4,95,000 റുപ്യക്കാണ് ഗോൾഡ് വെച്ചിരിക്കുന്നത്. അതിൽ 2,75,000 രൂപ ഞാൻ അവിടെ കെട്ടിയിട്ടുണ്ട്. അത് മണപ്പുറത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ ക്യാഷ് കൊടുത്തത്. ഇപ്പോൾ അവിടുത്തെ മാനേജർ അടക്കം പറയുന്നത് അത് അവർക്ക് ഉത്തരവാദിത്വമില്ല, അവിടുത്തെ സ്റ്റാഫ് ചെയ്തൊരു തെറ്റ് മാനേജ്മെൻറ്റ് ഉത്തരവാദിത്വം വഹിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് അവരുടെ സ്റ്റാഫ് ഒളിവിലാണ്, അവൻ വന്നാൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ക്യാഷ് കൊടുക്കുന്നത് ബാക്കിയുള്ള സ്റ്റാഫ് പറയുന്നുണ്ട് അവർ കണ്ടതാണ്, അവരാണ് ക്യാഷ് മേടിച്ച് വെച്ച് എന്ന് പറഞ്ഞാലടക്കം അവർ അംഗീകരിക്കാൻ അത് തയ്യാറാകുന്നില്ല. ഇന്നലെ ഈ മാനേജർ അടക്കം ഒരാൾ ഹിന്ദി, ഒരാൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ. മലയാളീസ് എന്ന് പറയുന്ന ആൾക്കാർ പിന്നോക്കം നിൽക്കുക എന്നല്ലാതെ ഒരാൾ പോലും മറുപടി പറയാൻ ഭയന്നുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഒരാൾ പോലും ഇതിന്
ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല മണപ്പുറം എന്ന് പറയുന്ന ഫിനാൻസ്. ഇന്നിപ്പോൾ നിങ്ങൾ എന്താ ഒരു സമരം രീതിയിലേക്ക് പോവാണ്? സമര രീതിയിൽ തന്നെ പോയി. ഇന്നലെ ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് തുറക്കം സമ്മതിക്കില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ നിക്ഷേപകരും നേരത്തെ ഇവിടെ തട്ടിപ്പിനിരയായിട്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ അറിവിൽ ഏകദേശം ഒരു 8-9ഓളം ആൾക്കാർ ഇപ്പോൾ നിലവിലായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഫോണിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇന്ന് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാം എന്നാണ് നമ്മുടെ അടുത്ത് അറിയിച്ചിരിക്കുന്നത്. അവരെല്ലാം ഇങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സമയമാകുന്നുള്ളൂ. ഇന്നലെ പൈസയൊക്കെ അടിച്ച് ഗോൾഡ് ഇന്നലെ 9 മണിക്ക് തരാമെന്ന് പറഞ്ഞാണ്. 9 മണി കഴിഞ്ഞ് ഒരു 12 മണിക്ക് തരാൻ പറഞ്ഞു. 12 മണി വരെ കാത്തിരുന്നു. ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. 12 മണിക്ക് അവർ തന്നില്ല. പിന്നെ ഒരു 3:30 മണിക്ക് കോങ്ങാട് സ്റ്റേഷനിൽ അവർ വെച്ചിട്ട് 3:30 മണിക്ക് തരാമെന്ന് പറഞ്ഞു. 3:30 മണിക്ക് ഞങ്ങൾ കാത്തുനിന്ന് അപ്പോഴും അവർ പൈസ തന്നിട്ടില്ല, ഗോൾഡ് തന്നില്ല. പിന്നെ വൈകുന്നേരം തന്നിട്ടാ പോവുള്ളൂ എന്ന് അവർ പറഞ്ഞ് 6 മണി വരെ 7 മണി വരെ ഞങ്ങളിവിടെ നില നിന്നു. അപ്പോഴും തന്നില്ല. പിന്നെ പോലീസുകാർ അവരിനെ മാനേജറിനെ അവരൊക്കെ പാട് കോങ്ങാട് സ്റ്റേഷനിലേക്ക് കൊണ്ട് പിന്നെ നമുക്ക് അവിടെ റോളില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നു. പിന്നെ രാവിലെ ഞങ്ങളിവിടെ വന്നു. ഞങ്ങളിന്ന് എന്തായാലും ഇവിടെ തുറക്കാൻ അയക്കില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഈ മണപ്പുറം ഫിനാൻസുകാരും അതോടൊപ്പം തന്നെ നിക്ഷേപകരും പരാതി നൽകിയിട്ടുണ്ട്. ഒറ്റ സ്റ്റാഫ് നടത്തിയ തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഈ മണപ്പുറത്തിന് പൂർണ്ണമായി കൈയൊഴിയാൻ കഴിയില്ല. കാരണം ആളുകൾ ആ സ്ഥാപനത്തെ കൂടി വിശ്വസിച്ചാണ് ഈ നിക്ഷേപവും സ്വർണവും എല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. അത് തിരിച്ചു നൽകാൻ കൂടി അവർക്ക് ബാധ്യതയുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.